ടി ജി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വിവാദം ഉടലെടുത്ത് വന്നത്, മാധ്യമങ്ങളെല്ലാം അതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ടുകൾ. ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന്, ചിലർ ആയിരക്കണക്കിനെന്ന് പറഞ്ഞു, പെൺകുട്ടികളെ കുഴിച്ചു മൂടി അതിൻ്റെ വിവരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു നേരത്തെ ഒരു അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ വരികയും അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, യൂട്യൂബ് ചാനലുകളിലായിക്കോട്ടെ, ഒരുപാട് വാർത്തകളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം അതിൻ്റെ ഭാഗമായിട്ട് കുഴിച്ചൊക്കെ നോക്കിയിട്ട് അധികം കിട്ടിയിട്ടുമില്ല. ഇത് എന്താണ് ഈ ഒരു വളരെ ദുരൂഹത നിറഞ്ഞ, എവിടെയാണ് ഈ പ്രശ്നം? അതുമാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെ ഇയാൾ 1998 2014 ഇടയ്ക്കാണ് ഈ ശവമെല്ലാം കൊണ്ടുപോയി മൂടി എന്ന് പറയുന്നത്. അത് അന്ന് തന്നെ പോലീസിൽ പലരും പറഞ്ഞു ഇത് ഹ്യൂമൻലി പോസിബിളല്ല. ഒരാളിൻ്റെ ശവം തോളത്തെടുത്ത് കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് മറവ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശവം തോളത്തോ തലയിലോ ഒക്കെ എടുത്തോളുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഹ്യൂമൻ ബോഡി അങ്ങനത്തെ ഒരു സാധനമാണ്. അതും ആരുടെയും കണ്ണിൽപ്പെടാതെ ഇത്രയും നാളായിട്ട് ഒരു മനുഷ്യൻ്റെയും കണ്ണിൽ പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു അത്ഭുതമാണ്. അപ്പോൾ അതിന് മലയാള മാധ്യമങ്ങൾ കണ്ടെത്തുന്ന ഭാഷ്യം ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാള മാധ്യമങ്ങൾക്കാണ് ഇതിൽ വലിയ വാശി. അതിൽ മലയാള മാധ്യമങ്ങളുടെ ഒരു പോക്കുണ്ട്. അപ്പോൾ എനിത്തിങ് ഹിന്ദു അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അവർക്ക് വലിയ ഉത്സാഹമാണ് അക്കാര്യത്തിൽ. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കുമല്ലോ, അതങ്ങനെയല്ല, ദൃക്സാക്ഷികളുണ്ട്, അവരൊക്കെ പേടിച്ചിട്ട് പുറത്ത് പറയാത്തതാണ്. ഇപ്പോൾ വന്നപ്പോൾ കുഴിച്ചെടുത്ത് ഒന്നും കിട്ടാനൊന്നുമില്ല. ആകെ 4 കഷ്ണം എല്ല് കിട്ടി. അത് പുരുഷൻ്റെയാണ്, സ്ത്രീയുടെ അല്ല. എന്ത് ചെയ്യും? മൊത്തം നരേറ്റീവ് പൊളിഞ്ഞുപോയി. ഇപ്പോൾ അയാൾ പറയുന്നത് എന്നെ ആരോ പിടിച്ചുകൊണ്ട്, ഞാൻ 2018 വരെയോ മറ്റോ തമിഴ്നാട്ടിലായിരുന്നു. അതിൻ്റെ ഒരു വർഷം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 3 പേര് വന്നിട്ട് എന്നോട് പറഞ്ഞു കർണാടകത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു. ഇത് ആരോ 3 പേര് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിത് കേൾക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ അത് ആരാണ് ഈ 3 പേര്, എന്താണെന്നൊന്നും അറിയില്ല. പോലീസ് വാസ്തവത്തിൽ കർണാടക പോലീസ് ആദ്യം കറക്റ്റ് സ്റ്റെപ്പാണ് എടുത്തത്. ഇയാളിങ്ങനെ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു, അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി. ഇവർ മജിസ്ട്രേറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനായിട്ട്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ്. ശനിയാഴ്ച ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. തിങ്കളാഴ്ച ആപ്ലിക്കേഷൻ മജിസ്ട്രേറ്റ് പരിശോധിക്കാനിരിക്കുന്നു, തീർപ്പാക്കാൻ. അതിന് മുമ്പ് തന്നെ കർണാടക സർക്കാർ SIT പ്രഖ്യാപിക്കുന്നു. അതോടെ സാധാ പോലീസിൻ്റെ റോള് കഴിയും. അവർ കൊടുത്ത ആപ്ലിക്കേഷനും ഇൻഫ്രക്ച്വസായി. SIT ഇറങ്ങി. SIT ഈ പൊട്ടൻ പറയുന്നത് കേട്ട് ബുൾഡോസറൊക്കെ എടുത്ത്, കാരണം മാധ്യമങ്ങളാണല്ലോ പിന്നെ ലീഡ് ചെയ്യുന്നതല്ല. ഇവർ പറയുന്നിടത്തൊക്കെ പോയിട്ട് കുഴിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു ബ്ലൗസ് കിട്ടി. അപ്പോൾ വലിയ ആഘോഷമായിരുന്നു. ആദ്യത്തെ ദിവസം ആദ്യത്തെ കുഴിയിൽ തന്നെ ഒരു ബ്ലൗസ് കിട്ടി. നേത്രാവതി എന്ന് അതിൻ്റെ കരയിലാണ്, ആരുടെയെങ്കിലും ബ്ലൗസായിരിക്കും. പിന്നെ 2 കുഴികളിൽ നിന്ന് കുറച്ച് എല്ലും കഷ്ണങ്ങൾ കിട്ടി, അത് പുരുഷൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ കൊണ്ട് വന്ന സംഗതികൾ മുഴുവൻ പൊളിഞ്ഞുപോയി. അയാളിപ്പോൾ പറയുന്നത് വർഷം കുറേ ആയില്ലേ, മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇടിഞ്ഞ് അതിനിടയ്ക്ക് പ്രളയമൊക്കെ വന്ന് ഇതൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കാണും. ഇതാണ് ആശാനിപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. ബട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഇയാൾക്ക് പരമേശ്വര ഉണ്ടല്ലോ, അവിടുത്തെ ആഭ്യന്തരമന്ത്രി, പുള്ളിക്ക് ഇത് ഉപേക്ഷിക്കാനും വയ്യ, തുടരാനും വയ്യ. DK ശിവകുമാർ പറഞ്ഞു ഇത് വെറുതെയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പരമേശ്വര ഇന്നലെ കർണാടക അസംബ്ലിയിൽ പറഞ്ഞത് തൽക്കാലം ഇത് നിർത്തിവെച്ചിരിക്കുന്നു, ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ. ഇനി ആ ഫോറൻസിക് റിപ്പോർട്ട് ഒരു കാലത്തും വരില്ല, നിർത്തിവെച്ച പണി തുടങ്ങുകയില്ല, ഇതങ്ങനെ അങ്ങ് പോവും. ഇയാളുടെ കയ്യിലൊരു തലയോട്ടി ഉണ്ടായിരുന്നു, അത് ആരുടെയാണെന്ന് കണ്ടെത്താനും പറ്റില്ല.